തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയാക്രമണത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന 2 പേർ രക്ഷപ്പെട്ടു. വെള്ളച്ചാട്ടത്തിനടുത്ത് വഞ്ചിക്കടവിൽ കുടിൽ കെട്ടി വിശ്രമിക്കുന്നതിനിടെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സംഘം താൽക്കാലികമായി കുടിലൊരുക്കിയത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനു സമീപം വഞ്ചിക്കടവിലെ പാറപ്പുറത്താണ്. വന്യജീവികൾ വരാതിരിക്കുന്നതിന് കുടിലിനു മുന്നിൽ വിറക് കൂട്ടിയിട്ട് തീയിട്ടു. പക്ഷെ കനത്ത മഴയിൽ തീ കെട്ടതോടെ കാട്ടാനക്കൂട്ടം ഇവരുടെ കുടിലിനരികിലെത്തി ആക്രമണം നടത്തുകയായിരുന്നു. ആനയെ കണ്ടതോടെ 4 പേരും 4 ദിക്കിലേക്കോടി. ഇതിനിടയിൽ സതീഷിനെ ആന തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിയുകയായിരുന്നുവെന്ന് ഭാര്യ രമ. ആന തുമ്പിക്കൈ കൊണ്ട് തട്ടിയിട്ട് ആള് കന്ന് പാറയിൽ വീണിട്ട് ഈ ആന പുറംകാല് കൊണ്ട് തട്ടിയിട്ടാണ് ആളെ ചവിട്ടിയത്. ആ മുതുകത്തൊക്കെ ഇങ്ങനെ പരിക്ക് പറ്റി, കാലൊക്കെ പൊട്ടി. രക്ഷപ്പെട്ട് ചാലക്കുടിപ്പുഴ നീന്തിക്കടന്ന രമയും ഒപ്പമുണ്ടായിരുന്ന രവിയും രാത്രി മുഴുവൻ കാട്ടിൽ കഴിഞ്ഞുകൂടി. രാവിലെ തിരികെ എത്തിയപ്പോഴാണ് പാറപ്പുറത്ത് മരിച്ചു കിടക്കുന്ന സതീശനെ കണ്ടത്. ചാലക്കുടി പുഴയോട് ചേർന്ന് അംബികയുടെ മൃതദേഹവും കണ്ടെത്തി. ആന വന്ന് ഞങ്ങൾ കണ്ടില്ല. രാത്രി തീ കത്തിച്ചിട്ട് പിന്നെ രാത്രി ചെറിയ മഴ ഉണ്ടായല്ലോ, അത് തീ കെട്ടുപോയി. ആ കൊച്ച് ഇതിലെ നീന്തി അപ്പുറത്തേക്ക് ചെന്നു. അക്കരെ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടുന്ന് നീന്തി അങ്ങോട്ട് പോകാൻ. അപ്പൊ ഇവര് 2 ആളും ഇവിടെ ഉണ്ടായി. എന്നിട്ട് ആന വന്നിട്ടാണ് ഉപദ്രവിച്ചത്. അതിരപ്പള്ളി അടിച്ചിൽ തൊട്ടിയിൽ കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ 20 വയസ്സുള്ള സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടിരുന്നു. മേഖലയിൽ 3 പേർ 2 ദിവസത്തിനിടെ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ റൂറൽ SP, DYSP തലത്തിലുള്ള അന്വേഷണത്തിന് നിർദ്ദേശിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 തൃശൂർ.